ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. അതും നമ്മളിന്നിവിടെ അവിലും പഴവും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. പഴമൊക്കെ കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് കഴിച്ചോളും. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലനായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പഴമൊക്കെ കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 250 ml കപ്പിൽ 1.5 കപ്പ് വൈറ്റ് അവിലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 പഴം എടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3 അച്ച് ശർക്കര ഞാനിവിടെ ചെറുതായി ഒന്ന് തല്ലി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, ഒരു 3 ഏലക്കയുടെ സീഡ്. അപ്പോൾ ഇനി നമുക്കിത് അവിലൊന്ന് വറുത്തെടുക്കാം. ഇതാ നമ്മൾ അവിൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അവിലൊന്ന് ഇട്ട് കൊടുക്കാം. അവിൽ നമ്മൾ വാങ്ങിച്ചെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതിയാവും. അതിലുള്ള പൊടികളൊന്ന് മാറ്റിയെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല തിന്നായിട്ടുള്ള അവിലാട്ടാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചൂട് തട്ടുമ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ ഡ്രൈ ആയി വന്നോളും. അപ്പം നമുക്കിതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണം. നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല പോലെ അങ്ങ് പൊടിഞ്ഞു വരും. അപ്പോൾ നമ്മുടെ അവിൽ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത നമ്മുടെ പഴം, ഒരു പഴം 4 പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് നല്ല പോലെ കുറച്ച് വെക്കാം. ഒന്ന് സെറ്റായി വരട്ടെ, നമ്മളെ പഴം ഒന്ന് റെഡിയായി വരണം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മുടെ ഈ ഒരു തേങ്ങയും നമ്മുടെ ശർക്കരയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു തേങ്ങയും ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ശർക്കര മെൽറ്റ് ചെയ്ത് ചേർക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ അവിലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൽ മെൽറ്റ് ആവാത്ത ശർക്കര ഒന്ന് ഇതിൽ കിടന്ന് മെൽറ്റായി വന്നോളും. നമ്മുടെ പഴമൊക്കെ ഒന്ന് നല്ല പോലെ ഉടഞ്ഞ് കിട്ടണം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് വറുത്ത അരിപ്പൊടി. നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ലൊരു ബൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല പോലെ അങ്ങ് മെൽറ്റായ പോലെ ഇരിക്കും. ഇത്രയും മതി. കണ്ടില്ലേ, ഏകദേശം നല്ല പോലെ ഒന്ന് ആ ഒരു ചെറിയ ഈർപ്പം നമ്മൾ ആ ഒരു ചേർത്ത് കൊടുത്ത അരിപ്പൊടിയിലങ്ങ് നല്ല പോലെ മിക്സായി. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഒരു 1/2 കപ്പ് മൈദ നമ്മളൊന്ന് അരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വറുത്ത അരിപ്പൊടി, നമുക്കൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അതിനോടൊപ്പം തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഉപ്പും കൂടെ ചേർത്തെടുക്കുക.
ഇനി ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുക. അതല്ല നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ അങ്ങനെ ചേർത്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരല്പം ഫോട്ടോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരല്പം ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കി. അപ്പോൾ ഇതാ നമ്മൾ ഒട്ടും കട്ടകളില്ലാതെ കണ്ടില്ലേ പഴമൊക്കെ നമ്മൾ പൊരിച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നല്ല കൈ വെച്ച് നല്ല പോലെ ബാറ്റർ ഒന്ന് അടിച്ച് പതിപ്പിച്ച് അങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ഫില്ലിങ് നമുക്കൊന്ന് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ നമുക്കെല്ലാം ഒന്ന് ഉരുട്ടി വെക്കാം. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്ത ഓരോ ബോൾ ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഓരോ ഉരുളി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഒരു കോട്ടിങ് നല്ല പോലെ നമ്മുടെ ഈ ഒരു ബോളിൻ്റെ മീതെ ഒന്ന് പിടിച്ച് കിട്ടണം. ആ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയാവും. അപ്പം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം റെഡിയായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒട്ടാതെ നമ്മളൊന്ന് നോക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയായി. കണ്ടില്ലേ, ഒട്ടും എണ്ണ കുടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. വൈകിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ പഴമൊക്കെ കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ. പിന്നെ ഇത് ഒരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പഴവും അവിലൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ കഴിക്കാനും പിള്ളേർ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലനായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.